ഗുഡ് മോർണിംഗ് മക്കളെ. ഇതേ നമ്മൾ എക്സസൈസ് 1.2ൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ചെയ്യുന്നത്. വെരിഫൈ ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 18 into 7 plus minus 3 is equal to 18 into 7 plus 18 into minus 3. ഇത് ഏത് പ്രോപ്പർട്ടി എന്ന് പറയാമോ? കണ്ടിട്ട് 18 into 7 plus minus 3. നിങ്ങൾ ഒരു ഇത് കാണുന്നുണ്ട് പറയാൻ പഠിക്കണം ഏത് പ്രോപ്പർട്ടിയാണെന്ന്. ഇത് ഏത് പ്രോപ്പർട്ടിയാണ് മക്കളെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് ഒക്കെ ഇച്ചിരി സംശയം വരുന്ന അസോസിയേറ്റീവും ഡിസ്ട്രിബ്യൂട്ടീവും ഉള്ളൂ. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് കിടക്കുന്നതിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കുകയാണ് അസോസിയേറ്റീവ്. ഇവിടെ ബ്രാക്കറ്റിൽ കിടന്നതിന് തുറന്നു വിട്ടു. നോക്കി 18 into 7 plus minus 3 ആണ്. അടുത്ത സ്റ്റെപ്പ് നോക്കി 18 into 7, അതായത് 18ഉം 7ഉം ബ്രാക്കറ്റ് തുറക്കുക, പിന്നെ 18ഉം -3. അപ്പോൾ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എളുപ്പം നോക്കാൻ പറ്റത്തില്ലേ? ഇതൊന്നും നമ്മൾ ശരിയാണോ, ഇങ്ങനെ ചെയ്താലും ഇത് ഇങ്ങനെ ചെയ്താലും സെയിം ആണോ, ഈക്വൽ ആണോ എന്ന് നമ്മൾ ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വൺ ആണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം ഇത് LHS, ഇത് RHS. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS റൈറ്റ് ഹാൻഡ് സൈഡ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ആദ്യം LHS എടുക്കാം. LHS എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 18 into 7 plus -3. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ആരെ ചെയ്യാൻ പോകും? ബ്രാക്കറ്റിനെ. ബ്രാക്കറ്റിൽ ആദ്യം ഇപ്പം 18 അതുപോലെ തന്നെ എഴുതട്ടെ. ഇൻറ്റു ബ്രാക്കറ്റ് ചെയ്യാൻ പോവാണേ 7 plus -3. നമ്മൾ ഇവിടുത്തെ സൈൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, പ്ലസ് ആണ്. മൈനസ് വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് കാണാൻ പോകും? അതാ ആഡിറ്റീവ് ഇൻവേഴ്സ് കാണാൻ പോകും അല്ലേ? അപ്പൊ ഇത് +7 -3. ഒരു പ്ലസും ഒരു മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ. സബ്ട്രാക്ട് ചെയ്ത 7 - 3 എത്രയാണ്? 4. അതിന്റെ ലാർജർ സൈൻ ആരാ? പ്ലസ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? +4 ആയിരിക്കും. ഇനി ഇവർ നമ്മൾ എന്താ കിടക്കുന്നത്? ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൻസർ എടുത്താൽ എഴുതിയാൽ മതി. അപ്പൊ +4 ആണ്. ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? ഒരു പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ. 2 പ്ലസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം. 32 3 72 അല്ലേ? 2 പ്ലസ് ആയതുകൊണ്ട് ആൻസർ എന്നാണ് 72. അപ്പൊ LHS നമുക്ക് എന്നാ കിട്ടി? 72. അപ്പൊ നമുക്കിനി അടുത്ത RHS നോക്കണം. RHS എന്ന് പറഞ്ഞാൽ എത്രയാ? 18 into 7 plus 18 into -3. നോക്കാം. 18 into 7, 18ഉം 7ഉം കൂടെ മൾട്ടിപ്ലിക്കേഷൻ. 7 56 126. സൈൻ എന്നാ? 2 പ്ലസ് ആകുമ്പോൾ സൈൻ എന്നാ മക്കളെ? പ്ലസ് തന്നെ. അടുത്ത സൈൻ എന്നാണ്? പ്ലസ്. ഇതിന്റെ നടുക്ക് കിടക്കുന്നത്. ഇനി 18 into 3. ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ സൈൻ നോക്കാതെ കാൽക്കുലേഷൻ ചെയ്യുക ആദ്യം. 18 into 3 24. എന്നിട്ട് സൈൻ നോക്കണം. ഒരു പ്ലസും ഒരു മൈനസും ആണ് മൾട്ടിപ്ലിക്കേഷൻ വന്ന ആൻസർ എന്നാണ്? മൈനസ് അല്ലേ? ഇനി ഇവിടെ നോക്കിയോ, ഒരു പ്ലസും ഒരു മൈനസും തമ്മിൽ ആഡ് ചെയ്യാൻ. പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്തേ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് ചെയ്തേ 2 6 7 72. വലുതിൻ്റെ സൈൻ പ്ലസ്. ശരിയല്ലേ? 72. അപ്പൊ ഇവിടെ നോക്കി LHS ചെയ്തപ്പോഴും RHS ചെയ്തപ്പോഴും സെയിം ആൻസർ. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? LHS is equal to RHS അല്ലേ? എന്ന ആൻസർ അങ്ങ് എടുത്തെഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കെന്നാ സെക്കൻഡ് വണ്ണോട് ചെയ്യാം. എളുപ്പമല്ലേ മക്കളെ ഇത് ചെയ്യാൻ? ഒന്ന് കാൽക്കുലേഷൻ. നിങ്ങളിപ്പം കാൽക്കുലേഷൻ എല്ലാം പഠിച്ചു, പ്ലസും മൈനസും ഒക്കെ ചെയ്യാൻ എങ്ങനെ വന്നാലും നിങ്ങൾ ചെയ്യും. ഓക്കെ, സെക്കൻഡ് വൺ രണ്ടാമത്തെയാണ് ചെയ്യുന്നത്. LHS ചെയ്യുവാണ്. -21 ഇൻറ്റു ബ്രാക്കറ്റിലായിരിക്കുകയാണ് -4 പ്ലസ് -6. അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റ്. അപ്പൊ -21 അതുപോലെ എഴുതി. ഓക്കെ, ഇൻറ്റു കിടക്കുന്നത്. ഇനി ഇവർ തമ്മിൽ എന്ത് ചെയ്തേ? കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. 2 മൈനസ് തമ്മിൽ ആഡ് ചെയ്യാൻ. 2 മൈനസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ തന്നെ ആഡ് ചെയ്യും. എന്നാലും 10 ഇതിൽ എന്നാ കൊടുക്കും? മൈനസ് സൈൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. -21 -10 മൾട്ടിപ്ലൈ ചെയ്തേ 210. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പ്ലസ് 210 കിട്ടിയില്ലേ? ഓക്കെ, നമുക്കിനി RHS ചെയ്യാവേ.
RHS എത്രയാ നോക്കിയേ, -21 ഇൻറ്റു -4. മൈനസ് വാല്യൂസ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കണം, തെറ്റാതിരിക്കാനാണ്. -21 ഇൻറ്റു -6 മൾട്ടിപ്ലൈ ചെയ്തേ. 21 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എത്രയാണ്? 4 4. അപ്പം 2 മൈനസ് വന്നാൽ ആൻസർ, 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പ്ലസ്, സൈൻ ഇടയ്ക്കത്തെ ഇത് പ്ലസ്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ മക്കളെ, 126. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ പ്ലസ്. ഇതെന്താ 2 പ്ലസ് വന്നു, ആഡ് ചെയ്താൽ പോരെ. 10 ഇഷ്ടം 1 ഓ ഇവിടെയും സെയിം ആണ്. അപ്പൊ therefore എന്നെ എഴുതാം, LHS is equal to RHS എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ, ഇതാണ് നമ്മുടെ എക്സസൈസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഞാനേ ഇതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് നമുക്ക് ലെറ്റ്സ് ട്രൈ എന്നും പറഞ്ഞ് നിങ്ങളുടെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം, ഒരു എക്സാമ്പിൾ ചെയ്യാനാണ്, നോക്കാനാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ. 10 ഇൻറ്റു സെയിം ആണ്, വെരിഫൈ തന്നെയാണ്, വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടാണ്. ഇസ് ഈക്വൽ ടു ഇതുപോലെ തന്നെയുള്ളതാണ്, 10 ഇൻറ്റു 6 മൈനസ് 10 ഇൻറ്റു -2. വെരിഫൈ ചെയ്യാം LHSഉം RHS. ഇത് എക്സസൈസ് അല്ല കേട്ടോ, നിങ്ങളുടെ എക്സസൈസ് അല്ല ഇത്. ട്രൈ ദീസ് എന്നും പറഞ്ഞുകൊണ്ടുള്ളതില് പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാം ചെയ്ത് നിങ്ങൾ പഠിക്കുമല്ലോ അന്നേരം. നോക്ക്, അപ്പൊ ആദ്യം നമുക്ക് LHS ചെയ്യാവേ. LHS ഇസ് ഈക്വൽ ടു ഇതല്ലേ LHS, 10 ഇൻറ്റു 6 മൈനസ് -2. ഓക്കെ, നമുക്ക് ബ്രാക്കറ്റുള്ളത് ആദ്യം 10 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു, നമുക്ക് മക്കളെ 6 മൈനസ് -2. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യില്ല, അതിന് പകരം അഡിറ്റ് ഇൻവേഴ്സ് കണ്ടിട്ട് ആഡ് ചെയ്യും അല്ലേ. അപ്പൊ എവിടം തൊട്ടാ മാറ്റുന്നത്? ഇവിടം തൊട്ട്. അപ്പൊ 6 അതുപോലെ എഴുതി, ഇവിടം തൊട്ട് സൈൻ മാറും, ഈ മൈനസ് പ്ലസ്, ഇത് -2 ആണ്, അപ്പൊ അതെന്തായിട്ട് മാറും? +2. കണ്ടോ? ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ഇപ്പൊ എന്നാ വന്നിരിക്കുന്നത് 6 + 2, 2 പ്ലസ് ആണ്, 2 പ്ലസ് തമ്മിൽ ആഡ് ചെയ്താൽ 8. ഈ മൾട്ടിപ്ലിക്കേഷൻ 10 ഇൻറ്റു 8 80, 2 പ്ലസ് ആയതുകൊണ്ട് ആൻസർ 80. മനസ്സിലായില്ലേ? ഇനി നമുക്ക് RHS ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് RHS? 10 ഇൻറ്റു 6 മൈനസ് 10 ഇൻറ്റു -2. ആദ്യത്തെ ബ്രാക്കറ്റ് ചെയ്തേ, 10 ഇൻറ്റു 6 എത്രയാണ്? 60. ഓക്കെ, ഇനി ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് ആൻസർ 60. ഇനി സൈൻ എന്നാ മക്കളെ? മൈനസ്. ഇനി ബ്രാക്കറ്റിൽ 10 ഇൻറ്റു -2 എന്നാ കിട്ടും? 10 ഇൻറ്റു കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 20, ഒരു പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ മൈനസ് ആണോ? നമുക്ക് കാൽക്കുലേഷൻ ആയില്ല, മൈനസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കാണും? ആഡിറ്റീവ് ഇൻവേഴ്സ് ഇവിടെ തൊട്ട് മാറുക, ഈ മൈനസ് സൈൻ പ്ലസ് ആകും, ഈ മൈനസ് സൈനും പ്ലസ്. 60 + 20 80. അതുകൊണ്ട് LHS is equal to RHS. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി ഞാൻ തരുന്നതാണ്. ഓക്കെ മക്കളെ, എളുപ്പമല്ലേ? നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്താലോ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പഠിക്കട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ -15 ഇൻറ്റു -7 മൈനസ് -1 എന്ന് പറഞ്ഞാൽ -15 ഇൻറ്റു -7 മൈനസ്, ബാക്കി ഇവിടെ എഴുതാവേ, -15 ഇൻറ്റു -1. ഓക്കെ, പെട്ടെന്ന് LHS ചെയ്യാം. LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, -15 ഇൻറ്റു -7 മൈനസ് -1. ഇതൊന്നും ട്രൈ ദീസ് ഒക്കെ ഞാൻ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ, എനിക്കതൊന്നും കളയാൻ തോന്നുന്നില്ല. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുവാണ്. -15 ബ്രാക്കറ്റിലുള്ളത് ഇവിടെ നോക്കിയ മക്കളെ, എന്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നത്? സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് കാണും? അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ആദ്യം -7 എഴുതി, ഇവിടെ തൊട്ട് സൈൻ മാറും, ഈ മൈനസ് പ്ലസ് ആകും, ഈ മൈനസും +1 ആയി. ഓക്കെ, ഇസ് ഈക്വൽ ടു -15 ഇൻറ്റു ഇതിലേക്ക്
ഒരു മൈനസും ഒരു പ്ലസും കൂടെ ആഡ് ചെയ്യാൻ വന്നു. എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ അല്ലേ, വലുതിന്റെ സൈൻ. അപ്പൊ ഇനി ഇത് പറ്റില്ല മൾട്ടിപ്ലിക്കേഷൻ. അത്രയും 16 × 5 6 30 3 90. 2 മൈനസ് വന്നപ്പോൾ അതിനായിട്ട് മാറി +90. ഇനി നമുക്ക് RHS നോക്കാം. മനസ്സിലാകുന്നില്ലേ? മൈനസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എക്സ്ട്രാ തന്നേ ഉള്ളൂ. -15 × -1. ഓക്കെ, ഇത് തമ്മിൽ ചെയ്ത മക്കളെ. ആദ്യം ഈ ബ്രാക്കറ്റ് 15 × 7 എത്രയാണ്? 35 3 7 3 105. സൈൻ എന്നാ? 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ്. അടുത്ത 15 × 1 15 ആണ്, ഒരു പ്ലസ് 2 മൈനസ് തമ്മിൽ വരുമ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഉണ്ടാകും പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ഷൻ. നമുക്ക് ഈസി ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാമെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മളങ്ങ് ഫോളോ ചെയ്യണം. എന്താണ്? സബ്ട്രാക്ട് ചെയ്യാൻ വന്നാൽ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. അതായത് 105 ഈ സൈൻ മാറി എന്താകും? പ്ലസ്. ഇത് +15 ആയിരുന്നു, -15 ആകും. ഒരു പ്ലസും മൈനസും കൂടെ വന്നാൽ കണ്ടോ, ഇത് പ്ലസ് മൈനസ് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് എന്നിട്ട് ലാർജസ്റ്റ് സൈൻ 90. സിമ്പിൾ അല്ലേ? Therefore LHS is equal to RHS. മനസ്സിലായില്ലേ മക്കളെ? ഇത് ചെയ്ത് പഠിക്കണം. വീഡിയോ കണ്ടിട്ട് ആദ്യത്തെ 2 ഞാൻ ചെയ്ത് പഠിപ്പിച്ചതാണ് നിങ്ങളെ. ഈ 2 ട്രൈ ദീസ് എന്നുള്ള 2 നിങ്ങൾ തന്നെ ചെയ്യണം. ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് തന്നെ ഇതുപോലത്തെ വരും, എക്സാമിന് വരുന്നതാണ്. വെരിഫൈ ചെയ്യാൻ LHS RHS ഈക്വൽ ആണ്. ഇത് ഏത് പ്രോപ്പർട്ടി ആയിരുന്നു? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മനസ്സിലായാലും മക്കളെ? വീഡിയോ 2 പ്രാവശ്യം കണ്ടിട്ട് ചെയ്തു പഠിക്കണം. ഈ ഇവിടെയൊക്കെ നമ്മുടെ കണ്ടോ ഈ അഡിറ്റീവ് ഇൻവേഴ്സ് ഒക്കെ, അത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. ചെയ്യത്തില്ലേ മക്കളെ? എനിക്ക് വാക്ക് തരണം, നിങ്ങൾ ചെയ്യത്തില്ലേ? ഓക്കെ മക്കളെ, പഠിച്ചെല്ലാവരും നല്ല മിടുക്കരായിട്ട് വാ. ഓക്കെ മക്കളെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.